തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ലോറി ഓഫ് മാസ് 12,000 കിലോഗ്രാം. അപ്പൊ എം കിട്ടി. മൂവ്സ് വിത്ത് എ വെലോസിറ്റി 12 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ആദ്യം പറയുന്ന വെലോസിറ്റി അല്ലേ, യു ആണത്. ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ അത് ഫൈനൽ വെലോസിറ്റി വി ആയി. ആഫ്റ്റർ 5 സെക്കൻഡ് ടൈം കിട്ടി. എം കിട്ടി, യു കിട്ടി, വി കിട്ടി, ടി കിട്ടി ആണല്ലോ. അപ്പോ ഗിവൺ നമ്മൾ ആദ്യം എന്ത് ചെയ്തു, ഗിവൺ എന്തൊക്കെ ചെയ്തു, എം ഈക്വൽ ടു കിലോഗ്രാം, പിന്നെന്താ ചെയ്താ യു ഈക്വൽ ടു 12 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ എന്ത് ചെയ്തു വി ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ എന്ത് കിട്ടി, ടൈമും കിട്ടി. ടൈമും 5 സെക്കൻഡ്സ് ആണല്ലോ. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ചോദിച്ച ഇനീഷ്യൽ മൊമെന്റം, ഇനീഷ്യൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്താ, ഇനീഷ്യൽ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കറിയാം എം ഇൻറ്റു യു എന്നാണ് ആണല്ലോ. മാസ് എത്ര 12,000 ഇൻറ്റു യു എത്ര 12. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 12,000 ഇൻറ്റു 12 എത്ര കിട്ടും, പെട്ടെന്ന് ആൻസർ എഴുതിക്കുക. 12,000 ഇൻറ്റു 2 എന്നുള്ള ആൻസർ എത്ര വരിക, 1 lakh. എത്ര ആൻസർ വരുന്നത്, 1,44,000. ഓക്കെ, 1,44,000. യൂണിറ്റോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് ഫൈനൽ മൊമെന്റം, എം ഇൻറ്റു വി എന്നാണ് അതിന്റെ ഇക്വേഷൻ ആണല്ലോ. എം എത്ര 1200 തന്നെ, ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എത്ര 10 ആണ് അല്ലേ. അപ്പൊ എത്ര വരും 1,2,0,0,0,0 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണല്ലോ. അപ്പൊ എ ക്വസ്റ്റ്യൻ ആൻസർ ആയി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ചേഞ്ച് ഇൻ മൊമെന്റ് എങ്ങനെ കാണുക, ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം അല്ലെ. ഫൈനൽ മൊമെന്റ് എത്ര, ഇത് കുറച്ച് പേര് അതോ അവിടെയും തെറ്റിച്ചിട്ടുണ്ട്, എന്നാലും തെറ്റിക്കാത്തവർക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് ഇനീഷ്യൽ ആണ്, ഇനീഷ്യൽ നിന്ന് ഫൈനൽ അല്ല. ഓക്കെ, അപ്പൊ മൈനസ് കിട്ടും വിചാരിച്ച് കുറെ ആൾക്കാർ തല കുത്തനെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇങ്ങനാണ് ഇത് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം മൈനസ് ആയിരിക്കും. -24 ആണോ, അല്ല, മൈനസ് എത്ര കിട്ടും, നമുക്ക് എത്ര കിട്ടാൻ പോകുന്ന, ഇത്രയും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇത് മൈനസ് ചെയ്തതും കുറെ പേര് തെറ്റിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതും കുറെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ട് മൈനസ് ചെയ്ത്. അപ്പോ ഇതിന്റെ വാല്യൂ എത്ര വരുന്നതെന്ന് വെച്ചാൽ, സോറി കാർ ടൈപ്പ് ചെയ്ത് തെറ്റാണ്, 24 ഇത്രയും വരും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ മൈനസ് ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ തന്നെ അതുപോലെ എഴുതാം. മൈനസ് കുറെ പേര് എഴുതാൻ തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം ചോദിച്ചത് സി ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് നമുക്കറിയാം, എന്താ ഇക്വേഷൻ, എം ഇൻറ്റു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി എന്നാണ്, ഡിവൈഡഡ് ബൈ ടി ആണല്ലോ. അതിൽ ഓൾറെഡി നമുക്ക് അറിയാം, ടേം അറിയാം, എന്തറിയാം, മുകളിലെ വാല്യൂ അറിയാം, നമ്മൾ തൊട്ട് മുകളിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസർ എത്ര ആയിരിക്കും, -24,000 ഡിവൈഡഡ് ബൈ ക്വസ്റ്റ്യന്റെ ടൈം എത്ര 5. ഇതിന്റെ ആൻസർ എത്ര വരുന്നത്, 18 മൈനസ് ഉണ്ടാവും അവിടെ. അപ്പൊ എത്ര വരിക, 1 അല്ല വരിക, 4 മൈനസ് 4800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ആവുമ്പോഴത്തേന് ഒരു സ്ക്വയറിന്റെ ടേം കൂടി ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് ഉത്തരം. കുറെ പേര് എഴുതിയത് ശരിയാണ്, കുറെ പേര് എഴുതി ഇടയ്ക്ക് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, കുറെ പേര് സബ്മിറ്റ് ചെയ്തില്ല. അപ്പൊ എല്ലാവരോടും കൂടി പറയാം,
ഇന്ന് ഉച്ച വരെ സമയമുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ 2 മണി വരെ സമയം, ഇന്നലെ സബ്മിറ്റ് ചെയ്യാത്തതാണ്. സബ്മിറ്റ് ചെയ്തവരെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യാത്തവരെ ഞാൻ പേഴ്സണലായിട്ട് വിളിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടിയും പറയാം, പല കുട്ടികളും ഇന്നലെ എനിക്ക് അയച്ചു തന്ന അതേ ഫോട്ടോ എനിക്ക് ഇപ്പോ കുറച്ചു നേരത്തൊക്കെ അയച്ചു തന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. സാറിന് അതൊക്കെ കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇന്നലെ സബ്മിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ സാറ് സേവ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതേ ഫോട്ടോ അതൊരു വൈറ്റ് പേപ്പറിലേക്ക് പോയി എഴുതാൻ ശ്രമിക്കാതെ അതുപോലെ എനിക്ക് അയച്ചെന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊന്നും ആരും നിൽക്കണ്ട. എന്ത് ചെയ്യാ, പോയിട്ട് നിങ്ങളെ സ്വന്തം നോട്ട്ബുക്കിൽ നിർബന്ധമായിട്ട് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കള്ളത്തരം കാണിച്ചതും കൂടി നിങ്ങളെ പേരൻസിനടുത്ത് ഞാൻ പറയും. ഒന്നുകൂടി പറയാ, ഇന്നലെ ആരെങ്കിലും അയച്ച ഫോട്ടോ അതുപോലെ എനിക്ക് പേര് മാറ്റി അയച്ചു തരരുത്. മനസ്സിലാവും, കണ്ടാൽ മനസ്സിലാവും ഏകദേശം. ഓക്കെ, കുറച്ച് പേര് അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. ഓരോടും കൂടിയാണ്, അതിനൊന്നും നിൽക്കണ്ട. നല്ല രീതിക്ക് എന്ത് ചെയ്യാ, നിങ്ങള് സ്വന്തമായിട്ട് ഒരു ബുക്കിൽ എഴുതി പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ തരാം. ഇടക്കാർക്കോ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടോ? എന്താ പറയാണ്ടെങ്കിൽ പറഞ്ഞോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ കേട്ടോ. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഒന്നുകൊണ്ടാണ് മൈക്ക് ഓഫ് ചെയ്ത്. പറഞ്ഞോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ല, ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, എന്നാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ ആണോ? അടുത്ത ഭാഗത്തേക്ക് പോട്ടെ? കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞ്. നമുക്ക് ഇനി പറയാനുള്ളത് തേർഡ് ലോന്റെ മുമ്പുള്ള ഭാഗങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അല്ലെങ്കിൽ പ്രോബ്ലംസ്, ഈ പ്രോബ്ലംസ് 3 പ്രോബ്ലംസ് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അടുത്തത് പറയാനുള്ളത് നമുക്ക് ഇമ്പൾസ് എന്നുള്ള ഒരു ടേം ആണ്. ഇമ്പൾസ് വളരെ എളുപ്പമുള്ള സാധനമാണ്. ഇമ്പൾസ് ഇതുവരെ ആയിരുന്നു എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മൾ പറഞ്ഞത്, എക്സാമിന് മുമ്പ് പറഞ്ഞു നിർത്തി ഇവിടെ വരെ ആയിരുന്നു തോന്നുന്നു. അപ്പൊ അതൊക്കെ മറന്നുപോയതുകൊണ്ടാണ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇമ്പൾസ് എന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയ ഒരു സാധനമാണ് ഇമ്പൾസ്. ഇത്രയും പഠിച്ചവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇമ്പൾസ് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ട്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ്. ഇതാ ഇമ്പൾസ് എന്താണ് ഇക്വേഷൻ? എന്താ ഇവിടെ തന്നെ ഉണ്ട്. ഇമ്പൾസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. എന്താണ് ഇമ്പൾസ് പറഞ്ഞാല്? ഫോഴ്സും ടൈമും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഫോഴ്സും ടൈമും സിമ്പിൾ അല്ലേ? ഫോഴ്സും ടൈമും, ഫോഴ്സ് നമുക്കറിയാം അല്ലെ? ഫോഴ്സും ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ പറഞ്ഞ ഇമ്പൾസ് കിട്ടും. അപ്പൊ ഇമ്പൾസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ്, ഇമ്പൾസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഓക്കെ ആണോ? ഓക്കെ റസ, വേറെ ഏതെങ്കിലും വൈറ്റ് പേപ്പറിൽ എഴുതി അയച്ചാൽ മതി. നോട്ട്ബുക്കിൽ വേണം നിർബന്ധമില്ല കേട്ടോ. നോട്ട്ബുക്കിൽ വേണമെന്ന് നിർബന്ധമില്ല, ഞാൻ ഒരു നിർബന്ധം പറഞ്ഞില്ല. ഏതെങ്കിലും വൈറ്റ് പേപ്പറിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, എന്ന് ഉച്ചന്റെ മുമ്പ് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അത്രേ ഉള്ളൂ. നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഉച്ചന്റെ മുമ്പ് 2 മണി വരെ സമയമുണ്ട്. ഇന്നലെ പറഞ്ഞതായിരുന്നു. അപ്പൊ 2 മണി വരെ സമയമുണ്ട്. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞിട്ട്, ഓക്കെ, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേറെ അവർ ഉണ്ടോ? വേറെ പീരീഡ് ഇല്ലേ? ഇത് ലാസ്റ്റ് പീരീഡ് ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 മണിക്ക്. ഓക്കെ, പോരാത്തതിന് ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. എന്താണ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ? ഇതാണ് ഫോഴ്സ് ഇൻറ്റു ടൈം. ഇനി ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുണ്ട്. ഇതിനോട് ബന്ധപ്പെട്ട സാധനം തന്നെ. അതെന്താ അറിയോ? സംഭവം ഫോഴ്സ് തന്നെ. ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സ് തന്നെയാണ്. പക്ഷെ അത് എങ്ങനത്തെ ഫോഴ്സ് അറിയോ? എ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം. അപ്പൊ ഈ ഷോർട്ട് ടൈമും ആലോചിക്കുക, വെരി ലാർജ് ഫോഴ്സും ആലോചിക്കുക. അപ്പൊ സാധാ നമുക്ക് ഫോഴ്സ് അറിയാം. നമ്മളൊരു ടേബിൾ ഉണ്ടാറുണ്ട്, അല്ലെ? നമ്മളൊരു പുസ്തകം നമ്മളെ കയ്യിൽ എടുക്കാറുണ്ട്, നമ്മൾ ബോൾ എറിയാറുണ്ട്. അതൊന്നും ഇമ്പൾസീവ് ഫോഴ്സ് അല്ല. ഇമ്പൾസീവ് ഫോഴ്സ് എപ്പോഴാ പറയാ? ആ ഫോഴ്സ് എന്തായിരിക്കണം? വെരി ലാർജ് ആയിരിക്കണം. പോരാത്തതിന് എന്തായിരിക്കണം? ഫോർ എ വെരി ഷോർട്ട് ടൈം ആയിരിക്കണം. വളരെ കുറഞ്ഞ സമയത്ത് വലിയൊരു ഫോഴ്സ് ആക്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ആണി, ഇതൊരു ആണിയെ വിചാരിക്കും. ഈ ആണിയെ നമ്മൾ ഒരു ഹാമർ ഉപയോഗിച്ച് അടിക്കുകയാണ്, സ്ട്രൈക്ക് ചെയ്യാണ്. ഹാമറാണ്. ഹാമർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? സ്ട്രൈക്ക് ചെയ്യാണ്. എന്താ സംഭവിക്കുക? വളരെ കുറഞ്ഞ സമയത്തെ ഹാമറും ആണിയും തമ്മിൽ ബന്ധമുള്ളൂ അല്ലെ? വളരെ കുറഞ്ഞ സമയമാണ്, വെരി ഷോർട്ട് ടൈമാണ് ആണല്ലോ.
പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ് വെരി ലാർജ് ആണ്. അപ്പൊ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫോഴ്സുകൾ എങ്ങനെ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ വെരി ഷോർട്ട് ടൈം. എക്സാമ്പിൾ എങ്ങനെ പറയാ എ ഹാമർ സ്ട്രൈക്കിംഗ് എ നെയിൽ. ആ ഫോഴ്സ് എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ് ആണ്. മറ്റേ എക്സാമ്പിൾ ആർക്കെങ്കിലും ഇതേപോലത്തെ പറയാൻ പറ്റുമോ? ഹാമറും നെയിലൊന്നും അല്ലാത്ത ഇതുപോലത്തെ അല്ലാത്ത വേറെ ഏതെങ്കിലും എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആലോചിച്ച് നോക്ക്. നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ഏതാണ് പറഞ്ഞോളൂ. പറഞ്ഞോ. ഞാൻ മുതല് വീഡിയോ കോൾ ഓണാക്കുന്നുണ്ട്. ആര് വീഡിയോ കോൾ ഓണല്ല, ഞാൻ ഓണാക്കുന്നുണ്ട്. ഓക്കെ, എല്ലാരും ക്യാമറ ഓൺ ആയിക്കോളൂ. ഓക്കെ, ക്യാമറ എല്ലാരും ഓൺ ആക്കി. എല്ലാരും ഒന്ന് കാണട്ടെ എന്നാല്. എല്ലാരും ഒന്ന് കാണട്ടെ കേട്ടോ. ക്യാമറ ഓൺ ആക്കി, ക്യാമറ ഓൺ ആക്കി. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കുക. ക്യാമറ എല്ലാരും ഓൺ ആക്കിന് അല്ലെ? നോക്കുക. അപ്പോ എക്സാമ്പിൾ പറയാം. ഇനി എക്സാമ്പിൾ പറയാം ആരെങ്കിലും. ക്യാമറ ഒക്കെ ഓൺ ആക്കി. ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം. എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ്? ഒരു എക്സാമ്പിൾ സാറ് പറഞ്ഞു. എന്താണ്? ഒരു നെയിലിനെ ഒരു ഹാമർ ഹിറ്റ് ചെയ്യുക അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? വെരി ഷോർട്ട് ടൈം അല്ലെ ഹാമറും നെയിലും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അവിടെ വലിയ ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണോ? ഓക്കെ. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അയേണും മാഗ്നറ്റും. അയേണും മാഗ്നറ്റും ഇങ്ങനാണോ? വളരെ പെട്ടെന്നാണോ? ഫോഴ്സ് ഹിറ്റ് ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ അയോണും മാഗ്നറ്റും ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരില്ല. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഷോർട്ട് ടൈം ആയിരിക്കണം, വെരി ലാർജ് ഫോഴ്സും ആയിരിക്കണം. ഇല്ല. ഓക്കെ, സാർ തന്നെ പറയാം. ഒരു മതില്, ആ മതിലിലേക്ക് ഞാൻ ഒരു ബോൾ നല്ല ഫോഴ്സിൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ. ആ മതിലും ബോളും തമ്മിലുള്ള സമയം നോക്ക്. വളരെ കുറഞ്ഞ സമയമാണ് മതിലും ബോളും തമ്മിൽ ആക്ട് ചെയ്യുന്നത് അല്ലെ? മതിലും ബോളും തമ്മിൽ ആക്ട് ചെയ്യുന്ന വളരെ കുറഞ്ഞ സമയമാണ്. പക്ഷെ അവിടെ വലിയൊരു ഫോഴ്സ് കൈമാറ്റം ചെയ്യുന്നുണ്ട്. അപ്പൊ എ ബോൾ ഹിറ്റിംഗ് എ വാൾ ഒരു എക്സാമ്പിൾ ആണ്, ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. മറ്റൊന്നാണ് ബുള്ളറ്റ്. ഒരു നമ്മൾ തോക്കുന്ന വെടി വെച്ച ഒരു ബുള്ളറ്റാ വിചാരിക്കുന്നത്. ബുള്ളറ്റ് അല്ലെ? വെടി ഉണ്ടാന്ന് പറഞ്ഞ സാധനം. അത് ഒരു മതിലിലോ ഏതെങ്കിലും ഒബ്ജക്റ്റിലോ തുളഞ്ഞ് പിയേഴ്സ് ചെയ്യുന്നല്ലേ? തുളഞ്ഞിങ്ങനെ കയറും. അവിടെ തന്നെ അല്ലേ? വലിയ ലാർജ് ഫോഴ്സ് ഉണ്ട്, വളരെ കുറഞ്ഞ സമയത്താണ് അത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോ ബുള്ളറ്റ് ഹിറ്റിംഗ് എ ഒബ്ജക്റ്റ് അതും എന്തിന്റെ എക്സാമ്പിൾ ആണ്? നമ്മൾ പറഞ്ഞ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇമ്പൾസീവ് ഫോഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അതുപോലെ ഒരു കരാട്ടേന്റെ മാസ്റ്റർ നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. കരാട്ടെ മാസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ബ്ലാക്ക് ബെൽറ്റോ വൈറ്റ് ബെൽറ്റോ ഏതിന്റെങ്കിലും എക്സിബിഷൻ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അവര് ഓട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരത്തിന്റെ പീസൊക്കെ കൈകൊണ്ട് അടിച്ചു പൊട്ടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? കണ്ടവരാണ് നിങ്ങളൊക്കെ. അപ്പോ ആ സമയത്ത് എന്താ സംഭവിക്കുക നോക്കുക അല്ലെ? നമ്മൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അവിടെ വളരെ കുറഞ്ഞ സമയത്ത് അത് പ്രവർത്തിക്കുന്നുള്ളൂ അല്ലെ? വളരെ കുറഞ്ഞ സമയത്ത് അത് പ്രവർത്തിക്കുന്നുള്ളൂ അല്ലെ? വലിയൊരു ഫോഴ്സ് കൊടുക്കുന്നില്ലേ? വളരെ കുറഞ്ഞ സമയത്ത് അവരെ കയ്യും ഒരു കുറച്ച് ഓടട്ടിക്ക് വെച്ച് അയാൾ കൈകൊണ്ട് പെട്ടെന്ന് ഹിറ്റ് ചെയ്യാൻ അല്ലെ? വളരെ കുറഞ്ഞ സമയമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. വലിയൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതും എന്താണ്? ഇമ്പൾസീവ് ഫോഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ഇമ്പൾസീവ് ഫോഴ്സിന് ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നോക്കാം. ഇമ്പൾസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈമാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇമ്പൾസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സിന്റെ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ, ഈ ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ? ന്യൂട്ടന്റെ ഏത് ലോ ആണിത്? ഫസ്റ്റോ സെക്കൻഡോ തേർഡോ? ഏത് ലോയിലാണ് നമ്മൾ ഈ ഇക്വേഷൻ കണ്ട? എഫ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്നുള്ള ഇക്വേഷൻ എവിടെ കണ്ടത്? തൊട്ടുമ്പോ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇന്നലെ കൂടി പറഞ്ഞിട്ടേ ഉള്ളൂ. ഏതാ? സെക്കൻഡ് ലോയിൽ അല്ലെ? അലം പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ലോയിൽ. സെക്കൻഡ് ലോയിൽ നമുക്ക് എഫിന് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ അറിയാം. ഓക്കെ, നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇമ്പൾസ് എന്താ നമുക്കറിയാം. ഇവിടെ നോക്കിട്ടോ, ഇമ്പൾസ് പറഞ്ഞാൽ ഫോഴ്സും ടൈമും മൾട്ടിപ്ലൈ ചെയ്യാം ആണല്ലോ? ഫോഴ്സും ടൈമും മൾട്ടിപ്ലൈ. അപ്പൊ നമ്മൾ ഫോഴ്സും ടൈമും മൾട്ടിപ്ലൈ ചെയ്ത് എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ടി എന്ന് പറഞ്ഞാൽ ടൈം. ഓക്കെ, എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ടി എന്ന് പറഞ്ഞാൽ ടൈം.
എഫിന്റെ സ്ഥലത്ത് ഞാൻ ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യട്ടെ, കുഴപ്പമില്ലല്ലോ. എഫിന്റെ സ്ഥലത്ത് ഞാൻ ഇയാളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, എന്താ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, ബാക്കിയുള്ള ഒരു ഇൻറ്റു ടി ഉണ്ട്, അത് ഇവിടെ ഉണ്ട്. ഓക്കെ, അടിയിൽ ഒരു ടി, മുകളിൽ ഒരു ടി, കട്ട് ചെയ്ത് പോവല്ലോ. കട്ട് ചെയ്യട്ടെ, കട്ട് ചെയ്താൽ കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ, കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ള ആരാ? ഇമ്പൾസ് ഈസ് ഇക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു. എന്താണ് ബാക്കിയുള്ള ആരാ? എം ഇൻറ്റു വി മൈനസ് യു. ഇന്ന് തൊട്ട് മുകളിലും കൂടി ഞാൻ ഇക്വേഷൻ പറഞ്ഞിട്ടുള്ളൂ. എം ഇൻറ്റു വി മൈനസ് യു എന്താ നമുക്ക് ഓൾറെഡി അറിയാം. എന്താ എന്താ നമ്മൾ ഇന്നും കൂടി പറഞ്ഞിട്ടുള്ളൂ. എം ഇൻറ്റു വി മൈനസ് യു എന്താ നമ്മൾ ചേഞ്ച് ഇൻ മൊമെന്റം അല്ലെ? അല്ലെങ്കിൽ ഒന്നും കൂടി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്താ, ഇതാരാ? എം ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ആരാ? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം അല്ലെ? എം ഇൻറ്റു യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെന്റം. അപ്പോ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ ആരാ? ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, അപ്പൊ നമുക്കൊരു സാധനം കിട്ടി. എന്താന്ന് കിട്ടി? ഇമ്പൾസ്. എന്താണ് ഇമ്പൾസ്? ഇമ്പൾസ് എന്തിന് ഈക്വൽ ആന്ന് കിട്ടി? ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഓക്കെ, അപ്പൊ ഇമ്പൾസ് എന്തിന് ഈക്വൽ ആന്ന് കിട്ടി? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആന്ന് കിട്ടി. ഈ റിലേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഒരു പേരുണ്ട്. ഇപ്പൊ നമുക്ക് കിട്ടിയ റിലേഷൻ വിളിക്കുന്ന പേരുണ്ട്. എന്താ അറിയോ? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. എന്താണ്? ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഓക്കെ, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ഈക്വൽ ടു ഇമ്പൾസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്. സിമ്പിൾ അല്ലേ? ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്ട് എന്താ? ഈക്വൽ ടു ദ ഇമ്പൾസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്. സിമ്പിൾ സാധനം. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ആൻ ഒബ്ജക്ട് ഈസ് ദ ഈക്വൽ ടു ദ ഇമ്പൾസ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്. ഓക്കെ ആണോ? അതും കിട്ടി. ഓക്കെ, ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ഇതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്ത് ഒരു കാര്യം കൂടി ചെയ്യാം. ഇനി നമ്മൾ ഫോഴ്സും ടൈമും എന്ത് ചെയ്ത്, നമ്മൾ ഇമ്പൾസിനെ നമുക്ക് ഓൾറെഡി ആയിരുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോഴ്സ് ഇൻറ്റു ടൈം എഴുതി. അതെന്തിന് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണ്. അപ്പൊ ഫോഴ്സിന് പകരം ഞാൻ എഫ് എഴുതി, ടൈമിന് പകരം ടി എഴുതി. ചേഞ്ച് ഇൻ മൊമെന്റം സംഭവിക്കുന്നില്ല വിചാരിക്കും അല്ലെ? ചേഞ്ച് ഇൻ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് വിചാരിക്കും. എന്താണ്? ചേഞ്ച് ഇൻ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആണ് വിചാരിക്കുക. ഓക്കെ, കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കുക? ഫോർ എക്സാമ്പിൾ 1 ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് ഈക്വൽ ടു എഫ് ഇൻറ്റു ടി അല്ലെ? എന്താണ്? എഫ് ഇൻറ്റു ടി ഈക്വൽ ടു 1 ഒരു കോൺസ്റ്റന്റ് അല്ലേ? ഫോർ എക്സാമ്പിൾ ഞാൻ 1 കൊടുത്താട്ടോ, വേണമെങ്കിൽ 10 കൊടുക്കുക, വേണമെങ്കിൽ 100 കൊടുക്കുക, എന്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ആണല്ലോ. ഈ ടിയെ ഞാൻ ഇക്വേഷന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക, എന്താ സംഭവിക്കുക? ടി ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ല, അവിടെ പോകുമ്പോൾ എന്തിലാവും? വേഗം പറഞ്ഞേ ഡിവിഷൻ ആണോ മൾട്ടിപ്ലിക്കേഷൻ ആണോ? ഇക്വേഷൻ അപ്പുറത്തേക്ക് വന്നാല് ഡിവിഷൻ ആവും. അപ്പൊ ഡിവൈഡഡ് ബൈ ടി എന്നാവും അല്ലെ? മുകളിലൊരു കോൺസ്റ്റന്റാ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? കോൺസ്റ്റന്റിനെ നമുക്ക് ഒഴിവാക്കി പ്രൊപ്പോർഷണൽ ആക്കി എഴുതാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ എഴുതാൻ പറ്റും. ഇത് ഈക്വൽ ടു അല്ല കേട്ടോ, പ്രൊപ്പോർഷണൽ ആണ്. എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അപ്പൊ എന്താ കിട്ടി? എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. എന്താ ഇൻവേഴ്സ്ലി പറയാൻ കാരണം? 1/t ആണ്. എഫ് പ്രൊപ്പോർഷണൽ ടി ടു ടി എന്ന് പറഞ്ഞാൽ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അപ്പം ഇങ്ങനെ പറയാം, എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എഫ് പ്രൊപ്പോർഷണൽ ടി എന്ന് അങ്ങനെ എഴുതാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താ? ഇങ്ങനെയാണ് എഴുതാം കേട്ടോ, എഫ് പ്രൊപ്പോർഷണൽ ടു 1/t എന്ന് എഴുതാം. എഫ് പ്രൊപ്പോർഷണൽ ടി ആണെങ്കിൽ എന്താ അർത്ഥം അറിയോ? എഫ് കൂടുമ്പോ ടിയും കൂടും. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന് കൂടുമ്പോ മറ്റാളും കൂടും. എഫ് കൂടുമ്പോ ആരും കൂടണം? ടിയും കൂടണം. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അർത്ഥം അതാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എ പ്രൊപ്പോർഷണൽ ടു ബി. ഇതിന്റെ അർത്ഥം എന്താ? ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. എ കൂടുമ്പോ ബിയും എന്താവണം? കൂടണം. ഇനി എ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ 1/b. ഇതിനെ വായിക്കുകയാണ് എ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു 1/b എന്നാ. ഇതിനർത്ഥം എന്താ അറിയോ? എ കൂടുമ്പോ ബി കുറയുന്നു. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ മനസ്സിലായില്ലേ? എ പ്രൊപ്പോർഷണൽ ടു ബി എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. അപ്പൊ എ കൂടുമ്പോ ബി കൂടും.
ഇനി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എ പ്രൊപ്പോർഷണൽ ടു 1/b എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ എ കൂടുമ്പോ ബി കുറയാ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, നമുക്കിപ്പം കിട്ടിയതാ എഫ് പ്രൊപ്പോർഷണൽ ടു ടി ആണോ എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണോ? ഇതെന്താ എഫ് പ്രൊപ്പോർഷണൽ ടു ടി ആണോ എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണോ? ഞാൻ പറഞ്ഞേ ഇതെന്താ എഴുതി? എഫ് പ്രൊപ്പോർഷണൽ ടു ടി ആണോ എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണോ? പെട്ടെന്ന് പറഞ്ഞടോ, ആർക്കും അറിയില്ലേ? എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ്. അതായത് എഫ് കൂടുമ്പോൾ ടി എന്ത് പറയും? കുറയും. അല്ല തിരിച്ചും പറയാം, ടി കൂടുമ്പോൾ എഫ് കുറയും. ടി കൂടുമ്പോൾ എഫ് കുറയും, അല്ലെങ്കിൽ എഫ് കൂടുമ്പോൾ ടി കുറയും. ഓക്കെ, അതാണ് അടിയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിയത്. എന്താണ്? when the change of momentum is a constant, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, when change of momentum is a constant, the force acting on a body will be inversely proportional to time taken. നമ്മൾ ഓൾറെഡി പറഞ്ഞു time taken. അതിനർത്ഥം എന്താണ്? ടി കൂടുമ്പോൾ എഫ് കുറയും, അല്ലെങ്കിൽ ടി കുറയുമ്പോൾ എഫ് കൂടും. അപ്പൊ ഇത് വെച്ച് നമുക്ക് കുറെ ഡെയിലി ലൈഫിലെ കുറെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത് ഓർമ്മ വേണേ, ഈ സാധനം ഓർമ്മ വേണം. ടി കൂടുമ്പോ എഫ് കുറയും, അല്ലെ ടി കുറയുമ്പോ എഫ് കൂടും. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. ക്രിക്കറ്റ് ഐ പി എൽ സീസൺ അല്ലെ, നിങ്ങൾ കളി കാണുന്ന ആൾക്കാരുമാണ്, നിങ്ങൾക്ക് അറിയാം, കളിക്കുന്ന ആൾക്കാരുമാണ്. ഓക്കെ, അപ്പോ ഒരു നല്ല സ്പീഡിൽ വരുന്ന ഒരു ബോള്, വിക്കറ്റ് കീപ്പർ ആണ് വിചാരിക്കും. ബോള് വന്നാൽ ബോള് പിടിച്ച് അവിടെ തന്നെ വെക്കുക, കൈ കണ്ടണോ? ബോള് പിടിച്ചിട്ട് കൈ അവിടെ തന്നെ വെക്കുകയാണോ? അല്ല, കൈ ഒന്ന് പുറകോട്ട് കൊണ്ടുവന്നത് കാണാം. നിങ്ങൾ കളിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ കാണാറുണ്ട്. അല്ലെ ഫുട്ബോളിലെ ഗോളി ബോള് പിടിച്ചാൽ കൈ ബോൾ സ്റ്റോപ്പ് ചെയ്യാൻ അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യ അല്ലെ. ഹോക്കി കളിക്കുന്നവർക്കും അറിയാം, ഹോക്കി കളിക്കുമ്പോ നമ്മളൊക്കെ അടുത്തേക്ക് ബോള് നല്ല സ്പീഡിൽ അടിച്ചാൽ നമ്മൾ ഒറ്റയടിക്കാടെ വെക്കൂല, പകരം എന്താ ചെയ്യാ? അത് ബോളൊന്ന് വെച്ചിട്ട് മെല്ലെ മെല്ലെ ബാക്കോട്ട് ഒന്ന് കൊണ്ടുവരും. അതെന്തുകൊണ്ടാണ്? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണ്. ഇവിടെ എന്താ ചെയ്യുന്ന അറിയോ? ബോള് കയ്യിൽ പെട്ടെന്ന് നിർത്തുമ്പോ സമയം തീർന്നു പോലെ പെട്ടെന്ന് നടക്കും. പക്ഷെ നമ്മൾ കൈ ബാക്കോട്ട് കൊണ്ടുപോകുമ്പോൾ കൂടുതൽ സമയം നമ്മളെ കൈമേൽ ബോൾ നിൽക്കും. അപ്പൊ ടൈം കൂടും. ടൈം കൂടുമ്പോ എന്താ സംഭവിക്കുക? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളൂ, ടൈം കൂടുമ്പോ ഫോഴ്സ് കുറയും. എന്താണ്? ടൈം കൂടുമ്പോ ഫോഴ്സ് കുറയും. അപ്പൊ നമ്മൾ ബോൾ പെട്ടെന്ന് പിടിക്കാത്ത കാരണം എന്താ അറിയോ? പെട്ടെന്ന് പിടിച്ചാൽ ടൈം പെട്ടെന്ന് തീർന്നു അല്ലെ. ബോളും കൈയും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ കുറഞ്ഞ സമയമുള്ളൂ. പക്ഷെ നമ്മൾ മെല്ലെ പിടിച്ചിട്ട് കൈ ബാക്കോട്ട് കൊണ്ടുവരാണ് നമ്മൾ സമയം കൂടുക ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ടൈം കൂടുമ്പോ ഫോഴ്സ് കുറയും. ഓക്കെ, അപ്പൊ കൈ വേദന ആവില്ല, ഫോഴ്സ് കുറയുമ്പോ കൈ വേദന ആവില്ല. ഇതേ സാധനം തന്നെയാണ് എന്ത്, നമ്മൾ പോൾ വോൾട്ട് ഹൈ ജമ്പ് ഒക്കെ കളിക്കുമ്പോൾ കാണാം, അടിയിൽ എന്തുണ്ടാവും? സ്പോഞ്ചിന്റെ കിടക്ക ഉണ്ടാവും. അപ്പൊ സ്പോഞ്ചിന്റെ കിടക്ക വേറെ ഒരു ഇരുമ്പിന്റെ കിടക്കാണ് ചോദിച്ചാൽ എന്താ? ആള് വീണാല് ആള് ഇവിടെ തന്നെ കിടക്കുള്ളൂ അല്ലെ, ഓൺ ദ സ്പോട്ട്. ടൈം വളരെ കുറവായിരിക്കും. ടൈം കുറയുമ്പോ എന്താക്കും? ഫോഴ്സ് കൂടും, അപ്പൊ നല്ല വേദന ആവും. മറിച്ച് നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു സ്പോഞ്ചിന്റെ കിടക്കാക്കും. സ്പോഞ്ചിന്റെ കിടക്കുമ്പോ ഇയാൾ എന്ത് ചെയ്യും? താഴത്തേക്ക് ഇങ്ങനെ കുഴിഞ്ഞു പോകും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ടൈം കൂടും. ടൈം കൂടുമ്പോ എന്ത് കുറയും? ഫോഴ്സ് കുറയും. അതേപോലെ തന്നെയാണ് നമ്മൾ സ്പോഞ്ചൊക്കെ വെക്കുന്നത്. നമ്മൾ ഗ്ലാസിന്റെ സാധനമൊക്കെ വാങ്ങുമ്പോൾ അടുത്ത് സ്പോഞ്ചും വൈക്കോലൊക്കെ വെക്കും. അതുകൊണ്ടാണ് ഇതേപോലെ ടൈം കൂടും, അപ്പൊ ഫോഴ്സ് കുറയും, പൊട്ടൂല. കരാട്ടെ എക്സ്പേർട്ട് ഇതേപോലെയാണ്. കരാട്ടെ എക്സ്പേർട്സ് കാണണം, കൈ വളരെ പെട്ടെന്ന് മൂവ് ചെയ്തിട്ടാണ് ഓട് പൊട്ടിക്കുക, അല്ല മെല്ലെ മൂവ് ചെയ്തിട്ടല്ല പൊട്ടിക്കുക. അത് തിരിച്ചുള്ള സാധനമാണ്. ടൈം കുറയുമ്പോ ഫോഴ്സ് കൂടും. അപ്പൊ കൈ മെല്ലാണ് മൂവ് ചെയ്തെങ്കിൽ ഫോഴ്സ് കിട്ടൂല. ടൈം നല്ല കുറവാണെങ്കിൽ വളരെ പെട്ടെന്ന് പോയി മൂവ് ചെയ്യുമ്പോൾ ടൈം കൂടുതൽ കിട്ടും. ഓക്കെ ആണോ? അപ്പൊ ഈ എക്സാമ്പിൾസ് നോക്കുക. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത ഈ ഭാഗം വീഡിയോ പെൻ ചെയ്യും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലായി വന്ന് ചോദിക്കുക. 2 മണി വരെ സമയമുണ്ട്. അതിന്റെ മുമ്പ് എല്ലാവരും ആൻസർ അയച്ചിരിക്കണം. ഓക്കെ, മുമ്പത്തെ ഒരു ഫോർവേഡ് ചെയ്തവരല്ല, മാറ്റി ഒന്നും കൂടി വൈറ്റ് പേപ്പറിൽ എഴുതണം. തെറ്റുള്ളവർ റിപ്പീറ്റ് ചെയ്തിട്ട് തന്നെ എഴുതി തരണമെങ്കിൽ. ഓക്കെ, മാർക്ക് ചെയ്യാത്തവരെ പേഴ്സണലായിട്ട് ഞാൻ വിളിക്കുന്നതായിരിക്കും, പാരന്റ്സിനായിരിക്കും വിളിക്കുക. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അടുത്ത ക്ലാസ് കാണാം. വീഡിയോ പെൻ ചെയ്യും കേട്ടോ. ശരി.